ഹായ് everyone, this is Abin Say from എവിക്ക. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ കുറച്ചധികം എക്സൈറ്റിംഗ് ആയ ന്യൂസുകൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ഫുൾ വീഡിയോ കാണുക. ഇതേപോലെ റെഗുലർ ആയിട്ട് എല്ലാ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ന്യൂസും ഇതേപോലെ ടിപ്സ് ആൻഡ് ട്രിക്സും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ്. നമുക്ക് അത് വലിയൊരു ഹെൽപ്പാണ്. അതോടൊപ്പം നിങ്ങളാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഒന്നാമത്തെ കാര്യം നമുക്ക് അപ്ഡേഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. iOS 18.6 പുതിയ RC റിലീസ് ആയിട്ടുണ്ട്. iOS 26 4 എന്ന് പറഞ്ഞ ബീറ്റ റിലീസുമായി. ആദ്യം ബീറ്റ 4 റിലീസായി, അതിനുശേഷം ബീറ്റ 4 റിലീസ് ചെയ്തു. ഇപ്പോൾ iOS 26 പബ്ലിക് ബീറ്റയും ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. പബ്ലിക് ബീറ്റ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബഗ് കുറവായിരിക്കും. ഡെവലപ്പർ ബീറ്റിലെ കൂടുതൽ ബഗ് ഉണ്ടായിട്ട് അത് റിസോൾവ് ചെയ്താണ് പബ്ലിക് ബീറ്റ റിലീസ് ചെയ്യാറ്. എന്നാലും ഒരു വാർണിംഗ് എന്ന രീതിയിൽ ഞാൻ പറയാം, ബീറ്റ ഒരിക്കലും നിങ്ങളുടെ പ്രൈമറി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യരുത്. പണി കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ അടിച്ചു പോവുക, ബാറ്ററി ഓവറായിട്ട് ഹീറ്റ് ആവുക, ഡ്രെയിൻ ആവുക, ഇതേപോലെ പെർഫോമൻസ് ഇല്ലാതിരിക്കുക, ആപ്പ് ക്രാഷ് ആവുക എന്നിങ്ങനെ നമുക്ക് ഈ 10 വിരലിൽ എണ്ണിത്തരാവുന്ന അത്രയും പ്രശ്നങ്ങൾ ബീറ്റിലുണ്ടാവും. സോ പ്രൈമറി ഫോണിൽ എന്തിനും പറ്റിയ ആപ്പിളോ സർവീസ് സെൻറ്ററോ യാതൊരു രീതിയിലുള്ള സപ്പോർട്ടും തരുന്നതല്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈ പറഞ്ഞ പ്രൈമറി ഫോണിൽ ചെയ്യാതിരിക്കുക. ഈ പറഞ്ഞ ബീറ്റാസ് അപ്ഡേഷനായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സെക്കൻഡറി ഫോണോ അല്ലെങ്കിൽ ഒരു ബീറ്റ ടെസ്റ്റ് റണ്ണറോ ആണെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്മുടെ അപ്ഡേഷൻ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനൽ റെഗുലറായിട്ട് ഇടാറുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്താൽ പുതിയ പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. ഇനി അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് കുറച്ച് ആപ്പിൾ സ്റ്റോറുകളും അതിനെ ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ്. ഒന്നാമത്തെ, ജപ്പാനിലെ ഒരു ഒസാക്ക എന്ന സ്ഥലം, ഒസാക്ക എന്ന സ്ഥലത്ത് തന്നെ ഒരു പുതിയ ആപ്പിൾ സ്റ്റോർ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ആദ്യമായിട്ട് കയറിയ കുറച്ച് കസ്റ്റമേഴ്സിന് ഒരു ചെറിയ പിന്ന്, അതോടൊപ്പം ബാഗ്, പിന്നെ ഒരു ബോക്സിൽ കുറേ സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഒരു ബാഗ് കിട്ടിയായിരുന്നു, അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആപ്പിൾ ബിക്കീസിൽ ഒരു ബാഗ് കിട്ടിയായിരുന്നു നമ്മുടെ ടിം കുക്കിനെ കാണുമ്പോൾ. ഇപ്പോൾ പിന്നും ബാക്കി സാധനമൊന്നും കിട്ടിയില്ല, അങ്ങനെ കൊടുക്കേണ്ടതായിരുന്നു. ഇന്ത്യയിൽ ഈ പറഞ്ഞ ബാംഗ്ലൂരും കൊച്ചിയിലൊക്കെ ഒരു സ്റ്റോർ തുടങ്ങാം. കാരണം അത്രമാത്രം നല്ല കച്ചവടമുള്ള സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. വൈഡ് മാർക്കറ്റാണ്. ആപ്പിൾ പിന്നെ എന്താണ് തുറക്കാത്തത്? ഡൽഹി തുറന്നു, അതേപോലെ തന്നെ മുമ്പിലൊന്ന് തുറന്നു. ഈ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞാൽ ഹൈടെക് സിറ്റിയാണ്. ബാംഗ്ലൂർ തുറന്നില്ല. ഇനി എനിക്ക് തോന്നുന്നു 2026 ചിലപ്പോൾ വരുമായിരിക്കണം. ചിലപ്പം ഈ കേരളത്തിൽ തുടങ്ങണ്ടേ, കൊച്ചിയിലൊക്കെ തുടങ്ങിയാൽ എന്ത് അടിപൊളിയായിരിക്കും. അങ്ങനെ തുടങ്ങുമെന്ന് തോന്നുന്നു. ഈ 2030 മിക്കവാറും തുടങ്ങേണ്ട ചാൻസ് ഉണ്ട്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, സൗദി അറേബ്യയിലെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സ്റ്റോർ, അതായത് ആപ്പ് സ്റ്റോറും അതോടൊപ്പം ആപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഒരു സ്റ്റോർ ഉണ്ട്, ആപ്ലിക്കേഷൻ. ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, സ്റ്റോർ. ആപ്പിൾ സ്റ്റോർ എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അതും ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും സൗദി അറേബ്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. സോ സൗദി അറേബ്യ എന്ന് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആകും. ആപ്പിളിൻ്റെ ഒഫീഷ്യലായിട്ട് തന്നെയുള്ള വെബ്സൈറ്റും ബാക്കി കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാനും അതേപോലെ ട്രേഡിങ് ചെയ്യാൻ, നിങ്ങളുടെ പഴയ ഐഫോൺ മാറ്റി പുതിയ ഐഫോൺ വാങ്ങിയെങ്കിലും ഈ പറഞ്ഞ വെബ്സൈറ്റിൽ കൂടെ നടക്കും. സോ ആ ഒരു കാര്യം, ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ സൗദി അറേബ്യയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ അതിന് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സൗദിയിലുള്ള കൂട്ടർക്ക് വീഡിയോ ഷെയർ കൊടുക്കുക, എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് UK ബ്രിക്ക് സ്റ്റോർ അല്ലെങ്കിൽ എന്തോ പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് ബ്രിസ്റ്റോൾ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മിച്ച് കാണിക്കുക. അവിടെ ഒരു ആപ്പിൾ സ്റ്റോർ ഉണ്ടായിരുന്നു. ആ ഒരു ആപ്പിൾ സ്റ്റോർ ഇപ്പോൾ പെർമനൻ്റ്ലി, ഇപ്പോൾ എന്ന് വെച്ചാൽ നെക്സ്റ്റ് മന്ത് ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും പെർമനൻ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാണ്. എന്തോ റിനോവേഷനോ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ ആ ഒരു ആപ്പിൾ സ്റ്റോർ പെർമനൻ്റ്ലി ക്ലോസ് ചെയ്തു. ഇനി അതിന് നിയർ ബൈ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറുകളും അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മാത്രമായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇനി UK കിട്ടാൻ പോകുന്നത്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് അമേരിക്കയിൽ മാത്രം വന്നൊരു എക്സ്ക്ലൂസീവ് ഫീച്ചറാണ്. ആപ്പിൾ കെയർ വൺ എന്നാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പേര്, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ്റെ പേര്. ഇപ്പോൾ എൻ്റെ ഐഫോൺ ഞാനൊരു ആപ്പിൾ കെയർ എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് മാത്രമാണ് ആ ഒരു ആപ്പിൾ കെയർ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ കവർ ആയിരിക്കുന്നത്. വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ ഹോം പോഡിനെടുത്തു, മാക്കിനെടുത്തു, അതോടൊപ്പം ഐഫോണിനെടുത്തു. ഇതെല്ലാം ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റുകൾക്ക് ഇൻഡിവിജ്വൽ സബ്സ്ക്രിപ്ഷനാണ്. ആപ്പിൾ കെയർ എന്ന് പറഞ്ഞാൽ
ഒരു സബ്സ്ക്രിപ്ഷനിൽ 3 പ്രൊഡക്റ്റ് വരും. ഏകദേശം $20 പെർ മന്ത്. $20 ഇതിന്റെ പ്രൈസ് വരുന്നത്. നമുക്ക് ഐഫോൺ ആഡ് ചെയ്യാം, അതേപോലെ മാക്ബുക്ക് ആഡ് ചെയ്യാം. ഏത് പ്രൊഡക്റ്റ് ആണോ ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ നമുക്ക് വരുന്ന എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇതേപോലെ നമുക്ക് എന്താ പറയുക, അൺലിമിറ്റഡ് റിപ്പയർ വരുന്നുണ്ട്, റീപ്ലേസ്മെന്റ് വരുന്നുണ്ട്. ആൻഡ് ഐഫോണിൽ മാത്രം വന്നിരുന്ന തെഫ്റ്റും ലോസിൻ്റെ, അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് കാണാതെ പോവുക, അതപ്പോൾ നമ്മുടെ കളഞ്ഞു പോവുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് ആപ്പിൾ ഈ പറഞ്ഞ എന്താ പറയുക സബ്സ്ക്രിപ്ഷൻ കവർ ചെയ്യുമായിരുന്നു. അത് ഐപാഡും വാച്ചിലേക്കും കൂടെ ആപ്പിൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. സോ ആപ്പിൾ കെയർ വൺ എന്ന ഓപ്ഷൻ ഇപ്പോൾ അമേരിക്കയിൽ മാത്രമായിട്ട് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് 3 പ്രൊഡക്റ്റിനെക്കാട്ടും കൂടുതൽ ഒരു 4ാമത്തെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാസം $6 കൂടെ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ആപ്പിൾ കെയർ വണ്ണിൽ ഇതേപോലെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ അങ്ങനെ എടുത്തു വെക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ പറയുകയാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള സർവീസ് കിട്ടും. ഫോൺ താഴത്ത് വീണു, നമുക്ക് ബാക്ക് ഗ്ലാസ് മാറ്റണം, ഡിസ്പ്ലേ മാറ്റണം, ബാറ്ററി മാറ്റണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് ഓരോ വട്ടം വീഴുമ്പോഴും ഏകദേശം നമ്മുടെ ഇന്ത്യൻ പ്രൈസ് വെക്കുകയാണെങ്കിൽ $3000 തന്നെ നമുക്ക് ഡിസ്പ്ലേ മാറ്റിട്ടും, $3000 തന്നെ നമുക്ക് ബാക്ക് ഗ്ലാസ് മാറ്റിത്തട്ടും, ബാക്കിലെ പോർഷൻ മാറ്റിത്തട്ടും. ഇനി കംപ്ലീറ്റ് ഫോൺ റെക്കഡ് ആവണമാണ്, നമുക്ക് റിപ്പയറേ ചെയ്യാൻ പറ്റില്ല, അൺറിപ്പയറബിൾ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഫോൺ തന്നെ റീപ്ലേസ് തരും. ഏകദേശം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ $8,990, അതായത് $9,000 ഫുൾ പ്രൊഡക്റ്റ് അവർ റീപ്ലേസ് ചെയ്ത് തരും. സോ ഇത്രമാത്രം ഓപ്ഷൻസ് എല്ലാം കവർ ചെയ്യുന്ന ഒരു ആക്സിഡന്റിലും ബാക്കി എല്ലാ ആക്സിഡന്റിൽ മാത്രമല്ല എല്ലാ ഫീച്ചേഴ്സും കൂടെ കവർ ചെയ്യുന്നൊരു സബ്സ്ക്രിപ്ഷനാണ് ആപ്പിൾ കെയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രൈമറി ഫോണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോൺ കുറച്ചും കൂടെ എന്താ പറയുക എപ്പോഴും താഴത്ത് വീണ സൂക്ഷ്മമായ കൂടുതലായ ആൾക്കാരില്ലേ, അവർക്ക് ഈ പറഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങിക്കുക അല്ലെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷൻ വാങ്ങി കുറച്ചും കൂടെ നല്ലതായിരിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആപ്പിളിലെ കസ്റ്റമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വാൾപേപ്പർ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആപ്പിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വലിയ എന്താ പറയുക നമുക്ക് ഇപ്പോൾ കിട്ടുന്ന പോലത്തെ എസ്തെറ്റിക് ഫ്രീക്കിംഗ് ആയുള്ള വാൾപേപ്പർ എന്നല്ല, ഭയങ്കര മിനിമലായിട്ട് ഒരു ആപ്പിൾ ലോഗോ, ഒരു എന്താ പറയുക കാലിയോഗ്രാഫിയിൽ ചെയ്യുന്ന ഒരു ആപ്പിൾ ലോഗോയുടെ ഒരു നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, കളർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട്, അതോടൊപ്പം ആപ്പിൾ ലോഗോന്റെ കളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമൽ ലോഗോ അല്ലെങ്കിൽ മിനിമൽ വാൾപേപ്പർ നമുക്ക് സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ താഴത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോണിനും ഐപാഡിനൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ മാക്ബുക്കിനൊക്കെ ആയിട്ടുള്ള വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്യാം. അതോടൊപ്പം ഐപാഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ബ്ലെൻഡർ യൂസ് ചെയ്യുന്ന കൂടുതലധികം കൂട്ടാറുണ്ട്. ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ 3D ഒബ്ജക്ട്സുകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ബ്ലെൻഡർ എന്ന് പറയുന്നത്. ഈ ബ്ലെൻഡർ ആപ്ലിക്കേഷൻ ഐപാഡിൽ വരുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മാക്ബുക്കിനെക്കാട്ടും ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഐപാഡാണ്. ഈ ഐപാഡ് 26 മാക്ബുക്കിൻ്റെ ഓൾമോസ്റ്റ് ഫീച്ചറും മാക്ബുക്കിൽ അല്ലെങ്കിൽ macOS 26 വരുന്നുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ ട്രാഫിക് ക്ലോസിങ് സിഗ്നൽസ് ഇല്ലേ മാക്ബുക്കിലുള്ള, അത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ബ്ലെൻഡർ, പിന്നെ ഡാവിഞ്ചി റിസോൾവ്, പിന്നെ നമ്മുടെ FCP അതായത് ഫൈനൽ കട്ട് പ്രോ എന്നിങ്ങനെ മേജറായിട്ട് മാക്ബുക്കിൽ മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത എക്സ്ക്ലൂസീവ് ആപ്ലിക്കേഷൻസ് ഐപാഡ് വരുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റീവ് ലൈൻ അല്ലെങ്കിൽ ആർക്കിടെക്ചർ, ഒരു ഡോക്ടർ, ഈ പറഞ്ഞ അല്ലെങ്കിൽ പ്രൊഫഷൻ വൈസ് എപ്പോഴും നമുക്ക് ഐപാഡ് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം വരുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഐപാഡ് എടുക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ ഞാൻ പറഞ്ഞ പ്രൊഫഷൻസ് നിങ്ങൾ നോക്കുക, കൺസ്ട്രക്ഷൻ, ആർക്കിടെക്ചർ, ഡോക്ടർ, അല്ലെങ്കിൽ പ്രത്യേക നമുക്ക് ഈ 3D മാപ്പിംഗ് അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടികൾക്കൊക്കെ ഐപാഡ് ഭയങ്കര രീതിയിൽ യൂസ്ഫുൾ ആവും. എനിക്കൊരു അറിയാവുന്നൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു ആർക്കിടെക്ചറാണ്. പുള്ളിക്കാരൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. എപ്പോഴും കയ്യിൽ ഐപാഡ് ഉണ്ടാവും, ആപ്പിൾ പെൻസിൽ ഉണ്ടാവും. സോ റൂമൊക്കെ എടുക്കാൻ നേരം ഐഫോൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ പറഞ്ഞ പ്രോ ആണ്. സോ ലൈഡാർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 3D മാപ്പിംഗ് ചെയ്യാം. അല്ലെങ്കിൽ ഐപാഡ് ഉപയോഗിച്ചുകൊണ്ട് ഐപാഡ് പ്രോയിലൊക്കെ നമുക്ക് ലൈഡാർ സെൻസർ ഉണ്ട്. സോ 3D മാപ്പിംഗ് എടുത്തിട്ട് റൂമും എഡ്ജും ബാക്കി എല്ലാം സെൻസ് ചെയ്തിട്ട് അതിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ ഈ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻറ്റിന് ഈ പറഞ്ഞ ഇതാണ് ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ ഇതാണ് സോഫ, ഇതാണ് കേർട്ടൻ, ഇങ്ങനെ വരും അങ്ങനെ വരും എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ ഓരോ പ്രൊഫഷനും ഈ പറഞ്ഞ ഐപാഡ് കൊണ്ടുവരുന്ന ഒരു എന്താ പറയുക ഫുൾഫിൽമെൻ്റ് ഉണ്ട്. അവരുടെ വർക്ക് തീർക്കാൻ അവർക്ക് പറ്റുന്ന ആ ഒരു ഫ്ലോ ഉണ്ട്, അത് ഭയങ്കര രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. ആ ഒരു കാര്യം കൂടെ ഐപാഡ് 26 വരുമ്പോൾ ഈവൻ മോർ ബെറ്റർ ആവും.
സോ മാക്ബുക്ക് എടുക്കുന്നതിനെക്കാളും നല്ലത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രൊഡക്റ്റൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഒരു ലൈൻ ഓഫ് പ്രൊഡക്ടിവിറ്റിയാണ് വേണ്ടതെങ്കിൽ ഡോണ്ട് ഗോ ഫോർ മാക്ബുക്ക്, ഗോ ഫോർ ഐപാഡ്. അല്ല നിങ്ങൾക്ക് എന്താ പറയുക ട്രാൻസ്ഫറിങ് ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, വീഡിയോ എഡിറ്റിംഗ് മറ്റേ മറിച്ച് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്ബുക്ക് എടുക്കാം. ഞാനൊരു സജഷൻ പറഞ്ഞത് ഈ പറഞ്ഞ ഈസി ടു ക്യാരിയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും പെട്ടെന്ന് യൂസ് ചെയ്യാനും മാക്കിനെക്കാട്ടും എളുപ്പം. നമുക്ക് എവിടെയെങ്കിലും വെക്കണ്ടേ മാക്ക്, അല്ലെങ്കിൽ എപ്പോഴും കടി പിടിക്കുമ്പോഴും നമുക്ക് വേറെ എടുക്കും പ്രോ സീരീസ് ഒക്കെ ആണെങ്കിൽ എസ്പെഷ്യലി. സോ ഐപാഡ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം, ഐഫോൺ ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ഐഫോൺ ഇല്ലെങ്കിൽ പോലും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഐപാഡ് എന്ന് പറയുന്നത്. സോ ബ്ലെൻഡർ എന്ന് പറഞ്ഞ വലിയ ആപ്ലിക്കേഷൻ കൂടെ ഐപാഡിലേക്ക് വരുന്നുണ്ട്. ഇത്രമാത്രം കാര്യങ്ങളായിട്ട് നമ്മുടെ ഈ ന്യൂസ് വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻസും അതോടൊപ്പം അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ന്യൂസും അറിഞ്ഞ് നിങ്ങൾ കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഇരിക്കണമെങ്കിൽ എന്താണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. സോ എന്തായാലും ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് നിങ്ങളാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മേക്ക് ഷുവർ നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് Evin Xavier signing from Evica.